ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ സർപ്രൈസ് എന്ന് നോക്കാം. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഗ്യാസൊന്നും ഇല്ലാത്തപ്പം എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന, ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരേ സമയം തന്നെ രണ്ട് വിഭവങ്ങൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു വെജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെജ് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. എന്താണ് ആ സാധനം എന്ന് ആദ്യം പറയാം. ഈ ഒരു പാൻ കണ്ടോ, ഒരു കടായി കണ്ടോ, ഇത് 2 in 1 കുക്കാണ്. അതായത് ഒരേ സമയം തന്നെ രണ്ട് സൈഡിലും രണ്ട് വ്യത്യസ്തമായ ഡിഷ് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ചൈനക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് പോട്ട് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു പാത്രമാണിത്. അപ്പോൾ ഇതിന് വലിയ തകിട് കെട്ടിയൊന്നുമില്ല. എന്നിരുന്നാലും ഞാനതിനകത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത്. സ്റ്റീലായതുകൊണ്ട് ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ റൈസ് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരി കഴുകി ഒരു 1.5 ഗ്ലാസ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വെജ് ഫ്രൈഡ് റൈസിനായിട്ട് ക്യാരറ്റും പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് അതും സവോളയും കൂടെ അരിഞ്ഞ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും വെള്ളമുണ്ട്. ഏകദേശം ഒരേ സമയം വറ്റുന്ന രീതിയിലുള്ള ആണെങ്കിലാണ് നമുക്ക് ഈസിയാണത്. അല്ലെങ്കിൽ ഒരു സൈഡ് നമുക്കൊന്നുമില്ലാതെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ കറി വെക്കാനും അല്ല ആ ചോറിൻ്റെ സമയത്തിനുള്ളിലെല്ലാം റെഡിയായിട്ടിരിക്കാനും പറ്റുന്നതാവണം. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. ഞാൻ ഏകദേശം ഇൻഡക്ഷനിൽ അത്യാവശ്യത്തിന് പെട്ടെന്നാകുന്ന ഒരു ഇൻഡക്ഷനാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ഞാൻ കൂടുതൽ വെള്ളം അരിക്ക് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ച് തൂവി ഇപ്പുറത്ത് ചാടുമെന്നൊരു ഡൗട്ട്. വേറൊരു സ്റ്റീൽ പാത്രം കൊണ്ട് ഞാനിത് അടച്ചു വെച്ചു. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അരിയൊക്കെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിയും തിളച്ച് വേകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഗീ റൈസ് പോലെ ആക്കിയെടുക്കുകയാണ്. മറ്റുള്ളതിനകത്ത് അതായത് ഗ്രീൻ പീസും പച്ച ഗ്രീൻ പീസാണ്. അതും ക്യാരറ്റും സവോള അതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം കൂടെ വേണം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒന്നാമത്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇത്